സാധാരണ പൂരപ്പറമ്പിൽ ഈ ചെണ്ടയിൽ താളവിസ്മയം തീർക്കുന്നത് പുരുഷന്മാരാണ്. പക്ഷേ ഇക്കുറി മാറ്റത്തിൻ്റെ താളം നമ്മൾ കാണാൻ പോവുകയാണ്. അതെ, പരിഷ്കാരങ്ങളുടെയും പുതിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സാംസ്കാരിക വിപ്ലവം സാംസ്കാരിക നഗരിയിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. പൂരത്തിന് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അല്ലേ, കുറുങ്കുഴൽ വായിച്ചുകൊണ്ടുള്ള സ്ത്രീ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇത്തവണ ചെണ്ടയിൽ തന്നെയുണ്ട്. വളരെ വലിയൊരു മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പൂരത്തിന് ഒട്ടാകെ. അതിനെ സാംസ്കാരിക കേരളം ഇങ്ങനെ ഇരു കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന്റെ ഒരു ദൃഷ്ടാന്തം തന്നെയാണ് ഈ 3 പേർ. നമുക്കൊപ്പം കൂട്ടിയിരിക്കുന്ന 3 പേർ. ആതിര, അശ്വതി, അർച്ചന രണ്ടുപേരാണ്. ഇവർ രണ്ടുപേരും കണിമംഗലം ശാസ്താവിന് വേണ്ടിയാണ് മേളത്തിന്റെ ഭാഗമാവുന്നത്. ഇദ്ദേഹം അപ്പോ എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് എത്തിയത്? ചെണ്ട പഠിക്കണം എന്ന താല്പര്യത്തോടു കൂടി തന്നെയാണോ? തീർച്ചയായും. കാരണം നമ്മൾ ചെറുപ്പം മുതലേ പൂരം കണ്ട് വളർന്ന് പൂരത്തിനോട് കൂടുതൽ താല്പര്യത്തോടു കൂടിയിട്ട് തന്നെയാണ് ഇത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അന്നത്തെ സാഹചര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കല്യാണം കഴിച്ചത് എൻ്റെ ഹസ്ബൻഡ് ജിതിൻ കല്ലാറ്റ്, ആള് തൃശ്ശൂർ പൂര മേളപ്രമാണിയാണ്. അപ്പോൾ ആള് ക്ലാസ്സുകൾ എടുക്കണൊക്കെ ഉണ്ട്. അപ്പോൾ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ മോനെ ഞാൻ ചേർക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ അവൻ്റെ അരങ്ങേറ്റത്തിൻ്റെ ഒരു മാസം ലാസ്റ്റത്തെ ഒരു മാസം മുമ്പ് ഞാൻ ജോയിൻ ചെയ്യാണ്. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നാണ്. അതിനെന്താ പഠിച്ചോളൂ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ പഠിച്ചു. ഒരു വർഷം അതിനുള്ളിൽ എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞു. ഇപ്പോൾ 7 വർഷമായി അരങ്ങേറ്റം കഴിഞ്ഞിട്ട്. വേറെ എവിടെയൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്? ഞാൻ കണിമംഗലത്ത് തന്നെ ശിവക്ഷേത്രത്തിൽ, ശങ്കരകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ, പിന്നെ തൃപ്രയാർ ഇപ്പോൾ 8-ാം തീയതി ഉണ്ട്, പ്രോഗ്രാം ഉണ്ട്. പിന്നെ വെല്ലിയാലക്കിൽ ഭഗവതി ക്ഷേത്രത്തിൽ. അങ്ങനെ നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള അമ്പലങ്ങളിലെല്ലാം ചെയ്തിട്ടുണ്ട്. അല്ലേട്ടാ, ഇത് നിസ്സാരമല്ല. കാരണം ഈ മേളം പഠിക്കാൻ ഞാനൊരു ശ്രമം നടത്തിയിട്ടുള്ളതാണ്. +2 പഠിക്കുമ്പോൾ 1 മാസം കൊണ്ട് നിർത്തി. അപ്പൊ അതുകൊണ്ട് ഇവർ ഈ തൃശ്ശൂർ പൂരത്തിന്റെ മേളം അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു സാധനയുടെ ഒരു വലിയ ഭാരമല്ലേ അല്ലേ? മണിക്കൂറുകൾ 14 കിലോന്റെ അടുത്ത് വെയിറ്റ് ഉണ്ട്. 12 to 14 കിലോ വരെ വെയിറ്റ് വരും. പക്ഷെ നമ്മൾ ഇത് ആസ്വദിക്കുമ്പോൾ ഇതൊന്നും നമുക്കതൊന്നും ഒരു വെയിറ്റ് ആയിട്ട് തോന്നലില്ല. അതിനെപ്പറ്റി ചിന്തിക്കാറില്ല. അതാണ് സത്യം. ചേച്ചി, സാധാരണ ഉത്സവ പറമ്പുകളിലെല്ലാം സ്ത്രീകൾ ശിങ്കാരിമേളമെല്ലാം കൊട്ടുന്നുണ്ട്. ഇത് മേളം തന്നെയാണ്, അതിന്റെ തനത് കലാരൂപം തന്നെ. അത് അഭ്യസിക്കണമെങ്കിൽ ഒരുപാട് പാടുണ്ട്. എങ്ങനെയായിരുന്നു അഭ്യസിച്ച് ഇവിടം വരെ എത്തുന്നതിനുള്ള ഈ ഒരു പാത എങ്ങനെയാണ് കാണുന്നത്? ഈ പറഞ്ഞ പോലെ ആക്ച്വലി മോനെ പഠിപ്പിക്കാനായിട്ടാണ് വിട്ടത്. അശ്വതിയുടെ ഹസ്ബൻഡ് ജിതിൻ കല്ലാട്ടിന്റെ അടുത്താണ് മോനെ പഠിപ്പിക്കാനായിട്ട് വിട്ടത്. അപ്പം മോനെ പഠിപ്പിക്കാൻ വിടുമ്പോൾ അവിടെ പോയി ഇരിക്കുമായിരുന്നു. അശ്വതിക്ക് കൂട്ടുപോയതാണ്? അശ്വതിക്ക് കൂട്ടുപോയല്ല, മോന് കൂട്ടുപോയത്. ഞാൻ പഠിച്ചിറങ്ങിയിട്ട് 1.5 വർഷമായിട്ടേ ഉള്ളൂ. ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറെ ഒരു ഇട കഴിയുമ്പോഴേക്കും നമുക്ക് കൊറോണയായി, പ്രളയമായി. അപ്പം നമ്മുടെ ക്ലാസ്സും കുറച്ചൊന്ന് ഡ്രോപ്പ് ചെയ്യുന്നു വെച്ചാൽ കുട്ടികളൊന്നും അധികം ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് വീണ്ടും കുറേ കുട്ടികൾ വരാൻ തുടങ്ങി. അതിൽ പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റത്തെ ഒരു വർഷം മുമ്പാണ് ചേച്ചിയുടെ മോനെ കൊണ്ടുവന്ന് ചേച്ചി ചേർക്കണേ. അങ്ങനെ അവൻ പഠിച്ചൊരു പകുതി ആകുമ്പോഴേക്കും എന്നോട് ചേച്ചി ചോദിച്ചു, ഞാനൊന്ന് പഠിച്ചാലോ? ഞാൻ പറഞ്ഞു അതിനെന്താ. അപ്പം ഞാൻ ചില സമയത്ത് ക്ലാസ് എടുക്കാൻ ഇരിക്കാറുണ്ട് മാഷില്ലാത്തപ്പോൾ. അപ്പോൾ എന്നോട് ചോദിച്ചു ഞാനൊന്ന്. അതിനെന്താ വായോ, അപ്പോൾ നമുക്കൊരു കമ്പനി ആവാന്ന്. പിന്നെ അറിയത്തില്ല എനിക്ക് സ്ത്രീകൾക്കൊക്കെ ഇതിൽ വരാൻ പറ്റുമോ ഇല്ലയോ എനിക്ക് അതിനെ കുറിച്ച് വലിയ സ്ത്രീകൾക്ക് എവിടെ വേണമെങ്കിലും കടന്നു വരാം അറിയില്ലായിരുന്നു. ഇതിന്റെ മേളത്തിലൊക്കെ അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിപ്പോ വരുമ്പോ അല്ലെങ്കിൽ ഇപ്പൊ ആ കുട്ടിയാണെങ്കിൽ കൂടിയും ഇപ്പൊ ഒരു 2 വർഷം ആവണേ ഉണ്ടാവുള്ളൂ ശരിക്കും തൃശ്ശൂർ പൂരം അല്ലെങ്കിൽ ഒരു പൂരത്തിലേക്ക് ഒരു സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു ഇതിൽ വരണേ. അതുവരെയും ശരിക്കും ഇതൊരു ആണുങ്ങളുടെ മാത്രമുള്ള ഒരു ഫീൽഡ് ആയിരുന്നല്ലോ. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു പെർഫോമൻസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മൾ സ്വപ്നം കണ്ട വേദികൾ അല്ലെങ്കിൽ നമ്മൾ ആസ്വദിച്ച കുറേ പൂരങ്ങളിലേക്ക് നമുക്ക് കൊട്ടാൻ പറ്റുമോ എന്നുള്ളത് അത് ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ നാളത്തെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. തീർച്ചയായിട്ടും ആണുങ്ങളുടെ മേൽക്കോയ്മ പൊളിച്ചടുക്കിയിരിക്കുകയാണ്. കലോത്സവങ്ങളിൽ ഒതുങ്ങുന്നതല്ല സ്ത്രീകളുടെ ചെണ്ടമേളം എന്നുള്ളതിന്റെ ഒരു പ്രഖ്യാപനം അതുകൂടി തെളിയിക്കുകയാണ് അശ്വതിയും അർച്ചനയും. നമുക്ക് ചെറിയൊരു പെർഫോമൻസ് ഉണ്ടല്ലോ. ഓക്കെ.
ഈ ഗണപതി കൈ കൊട്ടാൻ പഠിക്കാൻ തന്നെ എത്രയോ സമയമെടുത്ത് പരാജയപ്പെട്ട് മടങ്ങിപ്പോയ ആളാണ്. അപ്പോൾ ഇത് വലിയൊരു സംഭവം തന്നെയാണ്, വലിയൊരു ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് ഇത്തവണത്തെ പൂരം എന്നുള്ളതാണ്. നേരത്തെ ചരിത്രത്തിൽ ഇടം നേടിയ വ്യക്തി കൂടിയുണ്ട്. കുറുകുടലുമായിട്ടാണ് അവിടെ എങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ ആ അക്സെപ്റ്റൻസ് എങ്ങനെയുണ്ടായിരുന്നു, സ്വീകരിച്ചത് എങ്ങനെയാണ്? കഴിഞ്ഞ വട്ടം ഞാൻ വന്നപ്പോൾ ഒരുപാട് പേടിച്ചിട്ടാണ് വന്നത്. കാരണം എന്താ വെച്ചാൽ ആളുകളെ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. ചിലവർക്ക് അതിനോട് താല്പര്യം ഉണ്ടാവില്ല, ചിലവർക്ക് നല്ലതാണ് പെൺകുട്ടികൾ മുന്നോട്ട് വരട്ടെ എന്ന് പറയണവരുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു. തലത്തൊന്നും ഉറങ്ങിയിട്ട് പോലും ഇല്ല, അത്രയും പേടി ഉണ്ടായിരുന്നു. പക്ഷേ മേളം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ പനമുക്കുമ്പള്ളി ദേശം വന്ന് നമുക്ക് പൊന്നാടിയൊക്കെ അണിയിച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പം തന്നെ നമ്മൾ ഉറപ്പിച്ച ആളുകളൊക്കെ ഉൾക്കൊണ്ടു, സമ്മതിച്ചു എന്നുള്ള പോലെ. അത്രയും പിന്തിരിപ്പനൊന്നും അല്ല നമ്മുടെ നാടല്ലേ? അതെ, അത്രയും പിന്തിരിപ്പനല്ല, അവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെ ഞാൻ ഇന്നലെയാണ് ഈ ന്യൂസ് അറിഞ്ഞത്. അപ്പോൾ ഇവരും അതേപോലെ കൊമ്പിന് 2-3 പെൺകുട്ടികളുണ്ടെന്ന് പറഞ്ഞാൽ അത് ചെറിയ കുട്ടികൾ. അപ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ അവരുടെ ഒരു വലിയ കഴിവ് തന്നെയാണത്, ഇത്രയും ചെറിയ കുട്ടികൾ കൊമ്പൂതുക എന്നൊക്കെ പറയണത്. അപ്പം നമ്മുടെ ദേശത്തിലും ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്? പറഞ്ഞ പോലെ അവരോട് ചോദിച്ച ചോദ്യം തന്നെ. പൂരത്തിനോടുള്ള ഇഷ്ടം തന്നെയാണ്. തൃശ്ശൂർക്കാരായി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. പൂരത്തിനോടുള്ള ഇഷ്ടം തന്നെയാണ് മെയിനായിട്ട് ഇതിൽ വരാനുള്ള കാരണം. പിന്നെ അച്ഛൻ പാണ്ടിമേളം പാറമേക്കവല് പഠിച്ചതാണ്. അതുപോലെ 1-2 മേളങ്ങൾക്കൊക്കെ പോവാറുണ്ട്. അതുപോലെ കുറാങ്കുഴൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ മേളത്തിനോടുള്ള ഇഷ്ടം ആയിരിക്കാം ചിലപ്പോൾ എന്നെയും അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവുക. ഞാനും പൂരം കാണാൻ പോകാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അടുത്ത് നിന്ന് പൂരം ഇത്രയും ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റിയൊരു ഏറ്റവും നല്ലൊരു മാർഗം മേളമാണ്. തലമുറകളിലൂടെ പകർന്നു വരികയാണല്ലേ? അങ്ങനെ വേണമെങ്കിൽ പറയാം. എന്തായാലും ഇവര് നാളെ ഇനി ഇവരുടെ ഒരു ഇപ്പൊ നമുക്കറിയാലോ നാരീ ശക്തി. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞ എന്താ, നാരികളെ കൂടുതൽ ശാക്തീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതല്ല, ഇത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൂടെ നമുക്ക് പെടുത്തണം കേട്ടോ. മൻ കി ബാത്തിലൂടെ ഈ 2 പേരുകൾ, അശ്വതിയുടെയും അർച്ചനയുടെയും പേരുകൾ, മേഡത്തിന്റെയും കൂടെ പേരുകൾ നമുക്കത് കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കും. എന്തായാലും അറിയട്ടെ അല്ലേ, ലോകം അറിയട്ടെ. തീർച്ചയായിട്ടും യുദ്ധവിമാനങ്ങൾ പറപ്പിക്കാനുള്ള അവസരം ഈയിടെയാണ് നമ്മുടെ സൈന്യത്തിൽ സ്ത്രീകൾക്ക് കിട്ടിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള സാംസ്കാരിക മേഖലയിൽ വലിയ രീതിയിലുള്ള ചിലപ്പോൾ അഞ്ഞാർകൂത്തിലടക്കം ഒതുങ്ങി നിന്നിരുന്ന ഒരു സ്ത്രീ സാന്നിധ്യമാണ് ഇത്തരം പെർഫോമൻസുകൾ. ഇപ്പോൾ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള ഉത്സവങ്ങൾ അതിങ്ങനെ കൂടുതൽ ആഘോഷങ്ങളിലേക്ക് പടർന്നു കയറുകയാണ് ഇവരിലൂടെയൊക്കെ. ഞാൻ ഒന്നുകൂടെ കൊട്ടാൻ പറഞ്ഞിട്ടുണ്ട്, കേൾക്കാം. കാരണം അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ ചോദിക്കും, ഇപ്പൊ ഒരുവിധം എല്ലാ ചാനലുകളും പോയി കാണും അല്ലേ, ക്ഷീണിതരാണ്, പക്ഷെ എങ്കിലും ഒരെണ്ണം. അപ്പൊ ഇത് ഒരു സ്വപ്ന സാക്ഷാത്കാരാണ് അല്ലേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, വടക്കുന്നാഥന്റെ നടയിൽ കൊട്ടാൻ പറ്റുക എന്നുള്ളത്? അതെ അതെ, ഞങ്ങൾ വിഷുവിന് ഒരു വിഷു പഞ്ചാരി ചെയ്തിരുന്നു. പക്ഷേ അത് വനിതകൾ മാത്രമല്ല, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും ഇത് ശരിക്കും നമുക്ക് വടക്കുന്നാഥന്റെ ഫ്രണ്ടിൽ തന്നെ കൊട്ടാൻ പറ്റുക എന്നുള്ളത് ശരിക്കും ഒരു സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണ്.